ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും കീമിന് അപ്ലൈ ചെയ്തിരുന്നവർക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ്. അതായത് കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എൻജിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് എൻജിനീയറിങ്ങിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിനും ആർക്കിടെക്ചർ കോഴ്സുകളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ സൗകര്യം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 2020 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കും നടപടിക്രമങ്ങൾ 7/11/2020 ആരംഭിച്ചു. ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഫാർമസി കോളേജുകളിലേക്കും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കും കോതമംഗലം അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ഉൾപ്പെടുത്തിയ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് കോഴ്സിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വഴിയെ കാണും കേട്ടോ. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിൽ നിലവിൽ ഹയർ ഓപ്ഷനുകൾ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ആർക്കിടെക്ചർ കോഴ്സിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. അതായത് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയാലും നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് കേട്ടോ, നിർബന്ധമായിട്ടും. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷനെ തുടർന്ന് ഹയർ ഓപ്ഷൻ പുനഃക്രമീകരണം, ആവശ്യമില്ലാത്തവ റദ്ദാക്കൽ, പുതുതായി ഉൾപ്പെടുത്തിയ കോളേജ് കോഴ്സ് എന്നിവയിലേക്ക് ആവശ്യമുള്ള പക്ഷം ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം എന്നിവ പ്രവേശന കമ്മീഷണറുടെ ce.kerala.gov. എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് 9-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ സൗകര്യം ഉള്ളത്. 9-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റും 10-ാം തീയതി വൈകിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്പോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ്, ബാക്കി തുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫീസ് അടക്കാനുള്ള ഡേറ്റ് 11 തൊട്ട് 13 വരെ 4 മണി വരെയുള്ള തീയതികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ എടുക്കാവുന്നതാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫീസ് ബാക്കി തുക അടച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 13-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായി പ്രവേശനം നേടേണ്ടതാണ് കേട്ടോ. ഇനി മുൻഘട്ട അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരുടെ ഹയർ ഓപ്ഷനുകൾ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിലും ഇതുവരെ അലോട്ട്മെൻറ്റൊന്നും ലഭിക്കാത്തവരുടെ ഓപ്ഷനുകൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടണമെങ്കിലും ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായി നടത്തേണ്ടതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഓൺലൈൻ കൺഫർമേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഹയർ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരും ചെയ്യണം. അതേസമയം ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് ഇനി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ അവരും ചെയ്യണം കേട്ടോ. കൺഫർമേഷൻ നടത്താത്തവരുടെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി വിഭാഗങ്ങളുള്ള ഹയർ ഓപ്ഷനുകൾ റദ്ദാകുമെന്നതിനാൽ ഭാവിയിലുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റിലും പരിഗണിക്കുന്നതല്ല. എന്നാൽ ഈ ഘട്ടത്തിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവർക്ക് മുൻ അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച അഡ്മിഷൻ നിലനിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോഴ്സ് കിട്ടിയ കുട്ടി അതാണ്, അതിൽ മതി, പുതിയത് ഓപ്ഷനൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കണ്ട. അപ്പോൾ ആ കോഴ്സ് തന്നെ കിട്ടിക്കോളും. ഫീസ് ആനുകൂല്യത്തിന് അർഹമായ SC, ST, OIC മറ്റ് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. ഫീസ് കൺസിഡറേഷൻ ഉള്ളവർക്കും ഇതൊക്കെ ബാധകമാണ്. ഇനി അലോട്ട്മെൻറ്റ് ഷെഡ്യൂളാണ് അടുത്തത്. 7-ാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്തവ റദ്ദ് ചെയ്യുന്നതിനും പുതുതായി ഉൾപ്പെടുത്തിയ കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ഓൾറെഡി സജ്ജമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം അവസാനിക്കുന്നത്. 10-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. 10-ാം തീയതി വൈകിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11 തൊട്ട് 13 വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനം നേടണം. മെമ്മോയിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ട ഫീസ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ പ്രസ്തുത തുക 11 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അടക്കേണ്ടതാണ് കേട്ടോ. 13-ാം തീയതി ആണെങ്കിൽ വൈകിട്ട് 5 മണിക്കാണ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഓൺലൈൻ അധികാരികൾ അംഗീകരിച്ച് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ
അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന സമർപ്പിക്കണം. ഇനി ലിസ്റ്റ് ഓഫ് പുതിയതായി ആഡ് ചെയ്ത കോളേജുകളുടെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഈ ഫേസിൽ പുതിയതായി ആഡ് ചെയ്ത കോളേജുകൾ ഇതൊക്കെയാണ്. സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജസ് ആണ് ഇതെല്ലാം കേട്ടോ. ഒന്ന് KMCT കോളേജ് ഓഫ് ഫാർമസി മലപ്പുറം, BPharm കോഴ്സാണ് അവിടെ ഉള്ളത്. ഫീസ് എല്ലാത്തിനും 98,000 ആണ്. വേറെ ഒന്ന് ഹെരിറ്റാസ് കോളേജ് ഓഫ് ഫാർമസി കോട്ടയം, അടുത്തത് നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് ഫോർ BPharm 60 സീറ്റാണ്. പിന്നെ MGM സിൽവർ ജൂബിലി കോളേജ് ഓഫ് ഫാർമസി കിളിമാനൂർ ട്രിവാൻഡ്രം, MGM സിൽവർ ജൂബിലി കോളേജ് ഓഫ് പോളിടെക്നിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എറണാകുളം. ഈ കോളേജുകൾക്കുള്ള അലോട്ട്മെൻറ്റ് താൽക്കാലികവും സർക്കാരിൻ്റെ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെയും ഉത്തരവിന് വിധേയവുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂ കോഴ്സസ് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, NSS കോളേജ് പാലക്കാട്, ഗവൺമെൻറ് കോളേജ് പാലക്കാടും പിന്നെ അത്തനേഷ്യസ് കോളേജിലും പാലക്കാട് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സും, പിന്നെ MA കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് കോഴ്സുണ്ട്. അതിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. 8,650 രൂപയാണ് ഫീ പ്ലസ് 1,000 കോഷൻ ഡെപ്പോസിറ്റും വരും. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് അധികമായി അനുവദിച്ച സീറ്റുകൾ കൂടി ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇനി ഫീസ് പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളുടെ വിവിധ കോളേജുകളിലെ ഫീസ് നിരക്ക് കോഴ്സ് തിരിച്ച് ലഭ്യമാണ്. ടോക്കൺ ഡെപ്പോസിറ്റ്. പുതുതായി എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് സർക്കാർ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും ഈ ഗവൺമെൻറ് എന്നീ സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് ഫീസ് ആനുകൂല്യ വിദ്യാർത്ഥികളും 1,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് കൊടുക്കേണ്ടതാണ്. ഫീസ് റിസർവേഷൻ ഉള്ളവരും 1,000 രൂപയുടെ കോഷൻ ഡെപ്പോസിറ്റ് നിർബന്ധമായി അടക്കണം. കേന്ദ്ര റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരവും യൂണിവേഴ്സിറ്റി അഫിലിയേഷനും സർക്കാർ അനുമതിയുമുള്ള കോളേജുകൾക്ക് മാത്രമേ പ്രവേശന പരീക്ഷ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുകയുള്ളൂ. ശ്രദ്ധയ്ക്ക് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-2 കാര്യങ്ങളൊക്കെ നോക്കാം. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതല്ല. ഈ അലോട്ട്മെൻറ്റ് സ്വകാര്യ, സ്വാശ്രയ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള അവസാന അലോട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇനി വേറൊരു അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗിലും ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കും. ഈ അലോട്ട്മെൻറ്റിൽ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനുകളുടെ ലഭ്യത സർക്കാർ ഉത്തരവുകളുടെ വ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കും. ഉത്തരവുകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്നുറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇനി പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനുകൾ നൽകിയാൽ മതി. പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ce.kerala.gov എന്ന വെബ്സൈറ്റിലുണ്ട്. എല്ലാവരും വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കുക. പിന്നെന്താ, ഇനി പുതിയ അപ്ഡേറ്റൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും കേട്ടോ. പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ബൈ.